അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 4ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഫസ്റ്റ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുർ റാബിഉ 4ാമത്തെ പാഠം ഫത്തഹറു. നമുക്കപ്പോൾ പാഠം ഒന്ന് വായിക്കാം. അമീനെ, നിന്റെ കാലിൽ ചെളിയുണ്ടല്ലോ. കുളിക്കുമ്പോൾ കാൽ തേച്ചുരച്ച് കഴുകിയില്ലായിരുന്നോ? ഉസ്താദ് ചോദിച്ചു. അമീൻ, എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല ഉസ്താദേ. അവൻ ബാത്റൂമിൽ പോയി കാൽ കഴുകി വന്നു. ഉസ്താദ്, നമ്മൾ എല്ലാ സമയത്തും വൃത്തിയുള്ളവരാവണം. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. കൈക്കാലുകളും തലയും തേച്ചുരച്ച് കഴുകണം. നഖത്തിനിടയിലുള്ള ചെളി നീക്കണം. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളുമുണ്ട്. കുളിക്കുമ്പോൾ അതെല്ലാം നീ പാലിക്കാറുണ്ടോ? അമീൻ, ഏതൊക്കെയാണ് കുളിയുടെ ഫർളുകളും സുന്നത്തുകളും? ഉസ്താദ്, കുളിക്ക് 2 ഫർളാണുള്ളത്. 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തൽ എന്നിവയാണവ. ഖിബലയ്ക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുറച്ച് കഴുകുക. പിളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളിക്കഴിഞ്ഞ ഉടനെ വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്തുകളാണ്. അമീൻ, കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ്? ഉസ്താദ്, ജുമയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു, പെരുന്നാളിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്തായ കുളികൾക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറഉ വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിച്ച് അതുപോലെ തന്നെ എടുത്ത് തെറ്റില്ലാതെ എഴുതണം. ചെളി, പിളക്കുഴി, മടമ്പ്, നിർബന്ധം, ചുളിഞ്ഞ ഭാഗം, തേച്ചുരച്ചു. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം, കുളിയുടെ ഫർളുകൾ എത്ര? ഉത്തരം, കുളിയുടെ ഫർളുകൾ 2 ആണ്. 2ാമത്തെ ചോദ്യം, കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? ഉത്തരം, 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണവ. 3 കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. ഉത്തരം, നിയ്യത്ത് ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കണം. 4 നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ഉത്തരം, ഫർളായ കുളി നിർവഹിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. 5ാമത്തെ ചോദ്യം, ജുമയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം, ജുമയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നക്തുബു സുനനൽ ഗുസ്ൽ. കുളിയുടെ സുന്നത്തുകൾ ഇവിടെ എഴുതണം. 1 ഖിബലയ്ക്ക് മുന്നിടുക, 2 ഔറത്ത് മറയ്ക്കുക, 3 കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, 4 വുളൂ ചെയ്യുക, 5 ഫർളായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും വെള്ളമൊഴിക്കുക, 6 തേച്ചുറച്ച് കഴുകുക, 7
പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ചു കഴുകുക. 8. സംസാരിക്കാതിരിക്കുക. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം നക്തശ്ഫു വനക്തുബു വനഖറഉ ഫിസ്സഫ്. ഇത് നമ്മൾ കണ്ടെത്തി എഴുതാനുള്ളതാണ്. കുളിക്കു ശേഷമുള്ള ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തെ നോക്കൂ. കുളിയുടെ പൂർണ്ണരൂപം ക്രമപ്രകാരം എഴുതുക. ഖിബിലയ്ക്ക് മുന്നിടുക. ഔറത്ത് മറയ്ക്കുക. ശേഷം കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ചു കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യുക. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.